കരുണയുടെ കരുത്തായ കൈത്താങ് തഫ്സീനക്ക് ബിഎസ്എസ് ദേശീയ പുരസ്കാരം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. മലപ്പുറം ജില്ലയിലെ പൊന്നാനി വണ്ടിപ്പേട്ടയിൽ താമസിക്കുന്ന സാമൂഹിക പ്രവർത്തക തഫ്സീനക്ക് ബിഎസ്എസ് ദേശീയ പുരസ്കാരം ലഭിച്ചു. 25-ാം വയസ്സിൽ തന്നെ സാമൂഹ്യ സേവനത്തെ ജീവിത ദൗത്യമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്ന അവർ മലപ്പുറം ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസിന്റെ സജീവ അംഗമായും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിവരുന്നു. കുട്ടികളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന തഫ്സീന വൃദ്ധസദനങ്ങളിലേക്കും ശാന്തിഭവനിലേക്കും സഹായഹസ്തവുമായി എത്തി. അവിടെയുള്ള വയോജനങ്ങൾക്കും ആശ്രിതർക്കും മാനസികവും മാനുഷികവുമായ കരുതൽ നൽകുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. അവഗണനയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പിന്തുണവും നൽകുന്ന സമീപനമാണ് അവരുടെ സേവനത്തിന്റെ മുഖമുദ്ര. തിരുവനന്തപുരം ബിഎസ്എസ് ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബിഎസ്എസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ BS ഗോപകുമാർ തഫ്സീനക്ക് പുരസ്കാരം സമ്മാനിച്ചു. സന്തോഷമുണ്ട് അവാർഡ് കിട്ടിയതിൽ. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ ഞാൻ സൈക്കോളജിയാണ് പഠിച്ചിരുന്നത്, സൈക്കോളജി കൗൺസിലിംഗാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഓൺലൈനിലായാലും അല്ലാതെ ഓഫ്ലൈൻ ആയിട്ടും കൗൺസിൽ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഞാൻ ഫീൽഡ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓർഫനേജ് ബന്ധപ്പെട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും മുതിർന്നവരുടെ കാര്യമാണെങ്കിലും ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഞങ്ങളുടെ ടീം. അതിനിടയിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വൃദ്ധസദനങ്ങളിൽ പോയി ഞങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കണ്ട കാരണം അവരെ സഹായിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ മേഖല ചൂസ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന കുടുംബമാണ് ഞങ്ങളത്. കൊറോണ ടൈം ആണെങ്കിലും ഞങ്ങളിപ്പോൾ പിന്നെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഭയങ്കര ഫുൾ ടൈം പുറത്തായിരുന്നു. കാരണം ഓരോരുത്തരെ സഹായിച്ചിട്ടും ഓരോ വീടുകളിൽ കയറി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനൊക്കെ വേണ്ടി വൈറ്റ് കാർഡ് അംഗം കൂടിയാണ് ഹസ്ബൻഡ്. പിന്നെ അനിയനും വൈറ്റ് കാർഡ് അംഗമാണ്. പിന്നെ ഉമ്മയാണ് ഇവിടുത്തെ മുൻ വാർഡ് കൗൺസിലർ. ഇപ്പൊ ഉപ്പയാണ് ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ. അപ്പോൾ ഇവരെ നല്ല കാര്യങ്ങൾ ചെയ്യണത് കണ്ടിട്ടാണ് ഞാനും ഈ മേഖലയിലേക്ക് എത്തിയത്.